Hey hello guys, welcome back to another video. Latest new iPhone series വന്നിട്ടുള്ള കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അതായത് ഒന്ന് ക്യാമറയിൽ മാറ്റം വന്നിട്ടുണ്ട്, രണ്ട് അതിൽ ആപ്പിൾ ഇന്റലിജൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ്രോയിഡിലൊക്കെ ചെയ്തേക്കുന്ന പോലെ തന്നെ നമ്മുടെ AI ഫീച്ചേഴ്സ്, ആപ്പിൾ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് പേരിട്ടിട്ട് AI ഫീച്ചേഴ്സ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ക്യാമറയുടെ തന്നെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബട്ടൺ അതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു ന്യൂ കോൺസെപ്റ്റ് അല്ല, സോണി എറിക്സൺ മോഡൽസ് സോണീസിനൊക്കെ ഓൾറെഡി ഉള്ളതാണ് ഇതിന്റെ ഡെഡിക്കേറ്റഡ് ക്യാമറ ഫംഗ്ഷൻ ബട്ടൺ. പിന്നെ അതിൽ തന്നെ കുറച്ചുകൂടിയൊക്കെ രസകരമായിട്ടുള്ള കുറെ ഓപ്ഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് കുറെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഈ 16 സീരീസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രോ മാക്സിലും തന്നെ തുടങ്ങാം. പ്രോ മാക്സിൽ ഇപ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഡിസ്പ്ലേയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 6.9 ഇഞ്ചസിന്റെ സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ ആണ് അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഡൈനാമിക് ഐലൻഡ് എന്ന് പറയുന്ന ആ ഒരു സംഭവം അത് രണ്ടിലും വരുന്നുണ്ട്. പ്രോയിലും പ്രോ മാക്സിൽ സെറാമിക് ഷീൽഡിന്റെ പ്രൊട്ടക്ഷൻ ആണ് പ്രോയിലും പ്രോ മാക്സിൽ ഇത്തവണ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ബോഡി വന്നിട്ട് ടൈറ്റാനിയം ആണ് വരുന്നത്, രണ്ടിലും ടൈറ്റാനിയം ബോഡിയാണ് രണ്ടിലും വരുന്നത്. ക്യാമറയുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ബട്ടൺ ഇത്തവണ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് കുറച്ചുകൂടിയൊക്കെ ഈസി ആയിട്ട് ക്യാമറ ഓപ്പൺ ചെയ്യാനും അതിൽ തന്നെ ആ ബട്ടൺ ഉപയോഗിച്ചിട്ട് ക്യാമറയുടെ ഓപ്ഷൻസ് എല്ലാം ഷോർട്ട് കട്ട് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സംഭവം നൈസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പുതിയ ന്യൂ iPhone 16 Pro സീരീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി പ്രൊഫഷണൽ ലെവലിലുള്ള പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫീസ് ഒക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 4K 120 FPS ഷൂട്ട് ചെയ്യാൻ കഴിയും. പ്രാവശ്യം കൊടുത്തിരിക്കുന്നത് ചിപ്സെറ്റ് A18 Proന്റെ ചിപ്സെറ്റ് ആണ് പ്രോയിലും പ്രോ മാക്സിലും കൊടുത്തിരിക്കുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്നത് 6 കോർ GPU ആണ് രണ്ടിലും, പ്രോയിലും പ്രോ മാക്സിലും വരുന്നത് 6 കോർ GPU, അതുപോലെ തന്നെ 6 കോറിന്റെ CPU കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസ് ലെവലിൽ മച്ച് ബെറ്റർ ആയിരിക്കും പ്രീവിയസ് ജനറേഷനെ അപേക്ഷിച്ചിട്ട്. പ്രോയും പ്രോ മാക്സും രണ്ടും IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ്. ആപ്പിൾ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. സംഭവം നമ്മൾ സാധാരണ ആൻഡ്രോയിഡിലൊക്കെ യൂസ് ചെയ്ത AI ഫീച്ചേഴ്സ് ആണ്. സംഭവം നമ്മൾ ഈ സർക്കിൾ ടു സെർച്ച് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ അതിന്റെ വേറൊരു വേർഷൻ. ഐഫോൺ ആകുമ്പോഴത്തേക്കും ജസ്റ്റ് അതിൽ ഒബ്ജക്റ്റ് എന്താണോ അതിൽ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ സെർച്ച് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് ആപ്പിൾ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് ടിമ്മണ്ണൻ അങ്ങനെ ഒരു സെറ്റപ്പിലാക്കി വെച്ചിട്ടുണ്ട്. അത് ഇപ്രാവശ്യത്തെ 16 സീരീസിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. സംഭവം കുഴപ്പമില്ല, നൈസാണ്. സർക്കിൾ ടു സെർച്ച് ഒക്കെ ആയിരിക്കും കുറച്ചുകൂടി കൺവീനിയന്റ്. കാരണം ഒറ്റ പിക്ചറിൽ ആ വരുന്ന ആ ഒരു ഫ്രെയിമിൽ വരുന്ന ഏത് സംഭവമാണോ നമുക്ക് വേണ്ടതെന്നുള്ളത് സർക്കിൾ ടു സെർച്ച് ആകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് അത് നമുക്ക് വരച്ചു കൊടുത്താൽ അത് മാത്രം നമുക്ക് സെർച്ച് ചെയ്ത് കിട്ടും. സോ സംഭവം മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, ഇതും സംഭവം ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെ ഒരു സംഭവം ഇതിൽ കൊടുത്തിട്ടുണ്ട്. 48 MB ഫ്യൂഷൻ ക്യാമറയാണ്, അതായത് വൈഡ് ആംഗിൾ ക്യാമറ 48 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ലോ ലൈറ്റ് ഫോട്ടോസും ഒക്കെ കിഡിലനായിട്ട് നമുക്ക് കിട്ടും. പിന്നെ 12 MB ടെലിഫോട്ടോ ക്യാം, ഈ 3 ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് പ്ലസ് ഫ്ലാഷ്. പ്രോയിലും പ്രോ മാക്സിലും സെയിം തന്നെയാണ്, ക്യാമറയിലൊന്നും വലിയ മാറ്റമൊന്നും വരുന്നില്ല. മെയിൻ മാറ്റം എന്ന് പറഞ്ഞാൽ പ്രോ മാക്സിൽ ഡിസ്പ്ലേ 6.9 ആണ്, പ്രോയിലാകുമ്പോഴത്തേക്ക് 6.3 ആണ്. കുറച്ചുകൂടി വലുതായിരിക്കും പ്രോ മാക്സ്, വലിയതാണ്. ടൈറ്റാനിയം ബോഡിയാണ് രണ്ടിലും ബിൽറ്റ് ചെയ്തിരിക്കുന്നത്. സോ മെറ്റൽ ബോഡി ആയതുകൊണ്ട് തന്നെ വെയിറ്റ് ഉണ്ട്. പ്രോ മാക്സ് ആകുമ്പോഴേക്കും 227 ഗ്രാം വെയിറ്റ് വരുന്നുണ്ടെങ്കിൽ പ്രോയിൽ വരുമ്പോഴേക്കും അത് 199 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. രണ്ടിലും കൊടുത്തിരിക്കുന്നത് പ്രോസസ്സർ സെയിം തന്നെയാണ്. A18 Pro പ്രോസസ്സർ തന്നെയാണ് രണ്ടിലും കൊടുത്തിരിക്കുന്നത്. അതിലൊന്നും പ്രത്യേകിച്ച് മാറ്റം വരുന്നില്ല. ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ 2 ക്യാമറ, അതായത് പ്രോയിലും പ്രോ മാക്സിലും വൈഡ് ആംഗിൾ 48 MB ആണ്, 1.78 ആണ് എൻ്റെ അപ്പർച്ചർ വരുന്നത്. ലോ ലൈറ്റ് ഒക്കെ കിഡിലൻ ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അതൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4K 120 FPS സ്ലോ മോഷൻ വീഡിയോ 4K എടുക്കാൻ പറ്റും. ക്യാമറയിലുള്ള ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ് 4K 120 FPS എടുക്കാൻ പറ്റും എന്നുള്ളത്. മാക്സിൽ വൈഡ് ആംഗിൾ കൊടുത്തിരിക്കുന്നത് 48 MB തന്നെയാണ്. അതിൽ 2.2 അപ്പർച്ചർ വരുന്നുണ്ട് ലെൻസ് ഓപ്പണിംഗ്. പ്രോയിലും പ്രോ മാക്സിലും ക്യാമറയിലൊന്നും വലിയ മാറ്റമില്ല, സെയിം തന്നെയാണ്. ടെലിഫോട്ടോ 12 MB ആണ്, 2.8 അപ്പർച്ചർ കൊടുത്തിട്ടുണ്ട്. രണ്ടിലും 5x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യും. അഡാപ്റ്റീവ് ട്രൂ ടോൺ ഫ്ലാഷ് ആണ് രണ്ടിലും കൊടുത്തിരിക്കുന്നത്. ക്യാമറ ലെൻസിൽ ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. ആപ്പിൾ പ്രോ റോ വീഡിയോസ് ആണ് രണ്ടിലും ഔട്ട്പുട്ട് കിട്ടുന്നത്. 4K ഡോൾബി വിഷൻ പ്രോ റെക്കോർഡിംഗ് 120 FPS വരെ എടുക്കാൻ പറ്റും. ഇപ്പോൾ 1080p HD വീഡിയോ ആണെന്നുണ്ടെങ്കിലും 120 FPS നമുക്ക് സ്ലോ മോഷൻ വീഡിയോസ് ഷൂട്ട് ചെയ്യാം പ്രോയിലും പ്രോ മാക്സിലും. പിന്നെ പുതിയൊരു സംഭവം എന്ന് വെച്ചാൽ ഓഡിയോ മിക്സ് എന്ന് പറഞ്ഞൊരു സംഭവം 16 സീരീസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സംഭവം വേറെ ഒന്നുമല്ല, നമുക്ക് സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാം. ഔട്ട്സൈഡ് നോയ്സ് കട്ട് ചെയ്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു സംഭവം ഇപ്രാവശ്യം 16 12 MB ഫ്രണ്ട് ക്യാമറ രണ്ടിലും കൊടുത്തിരിക്കുന്നത്. അതിന്റെ അപ്പർച്ചർ വരുമ്പോഴത്തേക്കും 1.9 ആണ്. അത്യാവശ്യം ലോ ലൈറ്റ് പെർഫോം ചെയ്യുന്ന ഫ്രണ്ട് ക്യാമറയാണ് പ്രോയിലും പ്രോ മാക്സിലും കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ക്യാമിൽ നമുക്ക് 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. 120 ആക്സലിൽ ക്യാമറയാണ് വരുന്നത്. വെറൈറ്റീസ് ആയിട്ടുള്ള ആ ഒരു ടോണിൽ നമുക്ക് പിക്ചേഴ്സ് ഒക്കെ എടുക്കാൻ പറ്റും. ഇപ്രാവശ്യത്തെ 16 Pro Max സീരീസിൽ സിനിമാറ്റിക് മോഡിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് പ്രോയിലും പ്രോ മാക്സിലും നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയും. പിന്നെ സ്ലോ മോഷൻ എന്ന് പറയുമ്പോഴേക്കും 120 FPS വരെ സ്ലോമോ വീഡിയോസ് രണ്ടിലും യൂസ് ചെയ്യാൻ കഴിയും. സോ ഓൾമോസ്റ്റ് പ്രോയും പ്രോ മാക്സും തമ്മിൽ വളരെ
ചെറിയ ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ഒന്ന് പ്രോ മാക്സ് എന്ന് പറയുമ്പോഴേക്കും കുറച്ചുകൂടി ബാറ്ററി, കുറച്ചുകൂടി വലിയ സൈസുള്ള, പെർഫോമൻസ് ഉള്ള, കുറച്ചുകൂടി ബിഗ് സൈസ്, ബിഗ് ബാറ്ററി, ബിഗ് ഡിസ്പ്ലേ, അങ്ങനെ ഒരു കൺസേൺ ആയിട്ടുള്ള യൂസേഴ്സിന് വേണ്ടിയിട്ടാണ് പ്രോ മാക്സ്. അല്ലാത്ത ഈ നോർമൽ ഫങ്ഷൻസ് എല്ലാം പ്രോയിലുണ്ട്. സോ നമുക്കിപ്പോൾ പ്രോ എന്ന് പറയുമ്പോഴേക്കും കുറച്ചുകൂടി കയ്യിൽ ഒതുങ്ങുന്ന സീരീസ് ആയിരിക്കും, കുറച്ചുകൂടി ഒതുങ്ങുന്ന ഹാൻഡ്സെറ്റ് ആയിരിക്കും. ബാക്കി എല്ലാ ഫങ്ഷൻസും പ്രോയിലുണ്ട്. സോ ദാറ്റ്സ് അപ് ടു യു. ഏതെടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. പ്രോയും പ്രോ മാക്സും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. സൈസും ബാറ്ററിയും എന്നൊക്കെ പറയുന്ന സംഭവം, അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവത്തിൽ മാത്രമേ ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഓഡിയോ സൈഡ് വരുമ്പോഴത്തേക്കും രണ്ടിലും ഡോൾബി അറ്റ്മോസ് സ്പീക്കേഴ്സ് സപ്പോർട്ടഡ് ആണ്. ടൈപ്പ് സി ആണ് USB വരുന്നത്. ഇതിൻ്റെ കളർ വേരിയൻറ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 4 കളർ വേരിയൻ്റ് ആണ് വരുന്നത് പ്രോയിലും പ്രോ മാക്സിലും. ഡെസേർട്ട് ടൈറ്റാനിയം എന്ന് പറഞ്ഞൊരു കളർ വേരിയൻറ്റ്, അതിന് നാച്ചുറൽ, വൈറ്റ് ആൻഡ് ബ്ലാക്ക്, എല്ലാം ടൈറ്റാനിയം ബോഡിയാണ് പ്രോ സീരീസിൽ വരുന്നത്. സോ ഡെസേർട്ട്, നാച്ചുറൽ, വൈറ്റ് ആൻഡ് ബ്ലാക്ക്, ഈ 4 കളർ വേരിയൻറ്റിലാണ് പ്രോയും പ്രോ മാക്സും അവൈലബിൾ ആയിട്ട് വരുന്നത്. പിന്നെ Wi-Fi 7 ആണ് രണ്ടിലും വരുന്നത്. ടൂത്ത് വേർഷൻ 5.3 ആണ് പ്രോയിലും പ്രോ മാക്സിലും കൊടുത്തിരിക്കുന്നത്. ബാറ്ററിയുടെ കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പ്രോ മാക്സ് വരുമ്പോഴത്തേക്കും 33 ഹവേഴ്സിൻ്റെ പ്ലേ ബാക്ക് ടൈമാണ് പറയുന്നതെങ്കിൽ പ്രോ സീരീസിലേക്ക് വരുമ്പോഴത്തേക്കും അത് 27 ഹവേഴ്സിൽ പ്ലേ ബാക്ക് ടൈം പറയുന്നത്. കുറച്ചുകൂടി കൂടുതൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നത് പ്രോ മാക്സിലാണ്. കാരണം അതിൽ ബാറ്ററി സൈസ് വലുതാണ്, അതിൻ്റെ ഡിസ്പ്ലേ വലുതാണ്, അതുപോലെ തന്നെ വെയിറ്റ് കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി കൂടുതലാണ്. വേറെ കാര്യമായിട്ട് മാറ്റമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ക്യാമറ എല്ലാം സെയിം ആണ്, അതിൽ വരുന്ന പ്രോസസ്സർ എല്ലാം സെയിം ആണ്. പ്രൈസിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പ്രോ മാക്സിലും തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രോ മാക്സിൽ 256GB, 512GB, 1TB 3 വേരിയൻറ്റ് അവൈലബിൾ ആണെങ്കിൽ ഇതിൽ വരുമ്പോഴേക്കും 128GB സ്റ്റാർട്ട് ചെയ്യും. 128GB, 256, 512, 1TB. ഓ മാക്സിലേക്ക് വരുമ്പോഴത്തേക്കും 256GBക്ക് 144, 512GB ആകുമ്പോഴേക്കും അത് 164, 1TBക്ക് ആകുമ്പോഴേക്കും അത് 184, 185 രൂപയുടെ അടുത്ത് വരും. പ്രോയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 28GBക്ക് 119 വരുന്നുള്ളൂ. അതുപോലെ തന്നെ 256GB ആകുമ്പോഴത്തേക്കും 129, 1,29,900 രൂപ വരും. പിന്നെ 512GBക്ക് 149,900, 1TBക്ക് 169,900 ഇങ്ങനെ വരുന്നത്. ഈ ദിവസത്തിനടുത്ത് വില കുറച്ചിട്ടാണ് ഇപ്രാവശ്യത്തെ ഐഫോൺ സീരീസ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.